ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം മാത്രമല്ലേ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടും എന്റെ അനന്തേട്ടനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്റെ നാഗത്താമാരെ. ഇനി ഞാൻ ജീവിക്കില്ല. എന്റെ പ്രാർത്ഥന കേൾക്കാത്ത നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്റെ ജീവൻ ഇല്ലാതാക്കും. ഇത്രയും നാൾ നിങ്ങൾക്ക് ഞാൻ തെളിയിച്ച വിളക്കൊക്കെ വെറുതെ ആയല്ലോ. അവിടെയുള്ള നാഗത്തറയിൽ തല ശക്തിയിൽ അടിച്ചുകൊണ്ട് ലക്ഷ്മി കരഞ്ഞു. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ എനിക്കും അനന്തേട്ടനും ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച് കൂടെ ഉണ്ടാവണം. അതായിരുന്നു അവസാന ശ്വാസത്തിൽ ലക്ഷ്മിയുടെ പ്രാർത്ഥന. തങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ലക്ഷ്മിയുടെ പ്രാർത്ഥന നാഗത്തമ്മ കേൾക്കാതിരിക്കുമോ? ലക്ഷ്മി ഇതുവരെ എഴുന്നേറ്റില്ലേ അമ്മേ? ഇല്ല, ഞാൻ പോയി വിളിച്ചു നോക്കട്ടെ. ഈ പെണ്ണിത് എവിടെ പോയി? നേരം വിളക്കുമ്പോഴേക്കും എവിടേക്കാണാവോ പോകുന്നത്? മോനെ, മോളെ മുറി കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്ക്. എല്ലാവരും കൂടി നോക്കിയെങ്കിലും ലച്ചുവിനെ വീട്ടിൽ എവിടെയും കാണാതായതോടെ എല്ലാവർക്കും പേടിയായി തുടങ്ങി. വിവരമറിഞ്ഞ് മുറ്റത്തും മറ്റും പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ തിരയാൻ തുടങ്ങി. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. കാവിലേക്ക് പോയ ആരെയൊക്കെയോ നിലവിളി കേട്ട് എല്ലാവരും കൂടി ഓടിപ്പോയി. എന്റെ നാഗത്താമാരെ, എന്റെ കുട്ടിക്കിത് എന്ത് പറ്റി? ലച്ചുവിന്റെ അമ്മയുടെ നിലവിളി കാവിലാകെ മുഴങ്ങിക്കേട്ടു. എല്ലാവരും കൂടി താങ്ങിയെടുക്കുമ്പോൾ തന്നെ അവൾ അവരെയൊക്കെ വിട്ടുപോയി എന്ന സത്യം എല്ലാവർക്കും മനസ്സിലായിരുന്നു. എന്നും നിലവിളക്ക് വെച്ച എന്റെ മോളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പോലും കഴിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് അവൾക്ക് ഒരു ആപത്തും വരില്ലെന്നുള്ള അവളുടെ വിശ്വാസം നിങ്ങൾ തെറ്റിച്ചില്ലേ? എന്റെ മോളെ രക്ഷിക്കാത്ത നിങ്ങൾക്കിനി ഒരിക്കലും ഞാൻ വിളക്ക് വെക്കില്ല. ഞങ്ങളുടെ വീടിന്റെ വിളക്കണയാതെ നോക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഇനി നിങ്ങളും എന്നും ഇരുട്ടി തന്നെ കഴിഞ്ഞോളൂ. ഒരമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലും സങ്കടവും കേൾക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ നാഗത്താന്മാർക്ക് കഴിയാതെ പോയി. ലക്ഷ്മിയുടെ മരണം എന്തിനാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തങ്ങളുടെ കുഞ്ഞനിത്തിയുടെ മരണം ഏട്ടന്മാരെയും മകളെ നഷ്ടപ്പെട്ട വേദന മാതാപിതാക്കളെയും വല്ലാതെ തളർത്തി. ഇനിയും അവളുടെ ഓർമ്മകളുള്ള വീട്ടിൽ താമസിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. മക്കളെല്ലാം അച്ഛനെയും അമ്മയും കൂട്ടി അവരുടെ നാടുപേക്ഷിച്ച് ദൂരെ നാട്ടിലേക്ക് പോകാൻ തയ്യാറായി. പിന്നീട് കുറെ തലമുറകൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും കാവും നാഗത്തറയൊക്കെ എല്ലാവരും മറന്നിരുന്നു. കാരണം അറിയില്ലെങ്കിലും ആരും തന്നെ അവിടെ വിളക്ക് വെക്കരുതെന്ന് തലമുറകളായി കൈമാറി വന്ന ഒരു കൽപ്പനയായിരുന്നു. തന്റെ മകളെ രക്ഷിക്കാത്ത നാഗത്താന്മാർക്ക് ആരും വിളക്ക് വെക്കരുതെന്നുള്ള ലക്ഷ്മിയുടെ അമ്മയുടെ വാശിയായിരുന്നു അതിന് പിന്നിൽ. തങ്ങൾക്കെന്നും വിളക്ക് വെച്ച തങ്ങളുടെ പ്രിയ ഭക്തിയുടെ അവസാന പ്രാർത്ഥന കേട്ട നാഗങ്ങൾ അവളുടെ പുനർജന്മമായ പെൺകുട്ടിക്ക് മാത്രമേ അവിടെ വിളക്ക് വെക്കാനുള്ള അവകാശം കൊടുക്കുള്ളൂ എന്നുള്ള പ്രതിജ്ഞ എടുത്തിരുന്നു. അതിന് സമയമാകുമ്പോൾ ഈ കഥകളൊക്കെ എല്ലാവരും അറിയാൻ അവരായിട്ടാണ് ഇവിടെ ചെറിയ അപകടങ്ങൾ ഉണ്ടാക്കിയത്. അതിലൂടെ നിങ്ങൾ എന്നിലേക്ക് എത്തപ്പെട്ടതും. തിരുമേനി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരു ദീർഘനിശ്വാസം എടുത്ത് കണ്ണുകൾ അടച്ചു. എല്ലാവർക്കും കേട്ടതൊക്കെ ഒരു കഥ പോലെ തോന്നി. വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലായിരുന്നു കുറച്ചുപേർ. എന്തൊക്കെയോ സംശയങ്ങളും ഉണ്ടായിരുന്നു ചോദിക്കാൻ. എന്നാൽ കണ്ണുകൾ അടച്ച് കിടക്കുന്ന തിരുമേനിയെ വിളിക്കാൻ ആർക്കും തോന്നിയില്ല. എല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. ഇനിയുള്ളതൊക്കെ തിരുമേനിയോട് നാളെ ചോദിക്കാം. അദ്ദേഹവും കുറച്ച് വിശ്രമിക്കട്ടെ. എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് നച്ചുവും ശിവയും പരസ്പരം കണ്ടത്. തന്നെ കണ്ടിട്ടും ശിവയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളത് നച്ചുവിനും അജുവിനും വല്ലാത്ത ഞെട്ടലായിരുന്നു. ചേച്ചി, ഇതാണ് ശിവദേവ് പത്മനാഭൻ എന്ന എന്റെ ശിവേട്ടൻ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഏട്ടാ, ഇതാണ് മാമന്റെ ഒരേ ഒരു മകൾ നക്ഷത്രാനന്ദൻ എന്ന എല്ലാവരുടെയും നച്ചു. ഹലോ എന്നും പറഞ്ഞ് ശിവക്കായി നീട്ടിയപ്പോൾ നച്ചു ഒരു നിമിഷമെങ്കിലും അവന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുമോ? കുറ്റബോധത്തിന്റെ യാതൊരു കണികയും മുഖത്തില്ലാതെ ചെറു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ശിവയെ നച്ചു ഉള്ളിൽ തിളച്ചു മറിയുന്ന വെറുപ്പ് മുഖത്ത് പ്രകടിപ്പിക്കാതെ കൈ കൊടുത്തു. ഇന്നലെ ഞാൻ കുറച്ച് ബിസിയായിരുന്നു, അതാ പരിചയപ്പെടാൻ പറ്റാതിരുന്നത്. ഇതെന്റെ ഫ്രണ്ടാണ്. ഹലോ, ഐ ആം അജയ് വാസുദേവ്. എസ്, മാമൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മോളുടെ ചങ്കും കരളുമായ ഈ ഫ്രണ്ടിനെ പറ്റി. ശിവ എന്ത് ചെയ്യുന്നു? ഞാൻ അച്ഛന്റെ കൂടെ കൈലാസം ഗ്രൂപ്പ്സിലാണ്. നിങ്ങൾ രണ്ടാളും അവിടെ ഹോസ്പിറ്റലിലാണല്ലേ? എസ്, കുറച്ചേ ആയിട്ടുള്ളൂ കയറിയിട്ട്. ഓക്കെ, കാണാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വർദ്ധിച്ച വെറുപ്പോടെയും പകയോടും ശിവയെ തന്നെ നോക്കുന്ന നച്ചുവിനെ ശക്തിയായി പിടിച്ചു വലിച്ച് അജു മുറിയിലേക്ക് കയറ്റി. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനി അവിടെ നിന്നെ നിർത്തിയ നീ അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. ഒരാൾക്ക് എങ്ങനെ അജു ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തതുപോലെയുള്ള ആക്ടിങ്. പെരുമാറ്റം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന് നോക്കാനാണ് ഞാൻ കുറച്ച് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരും, എന്നാലും തോന്നിയത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ അജു, എന്താണേലും നീ പറ. ഒന്നുകിൽ ശിവ നല്ലൊരു ആക്ടറാണ്, അല്ലെങ്കിൽ അയാൾക്ക് നിന്നെ അറിയില്ല. വാട്ട് ഡു യു നോ വാട്ട് ദ റബ്ബിഷ് യു ആർ സേയിങ്? എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് ശിവയുടെ പെരുമാറ്റത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയോ അവന് നിന്നെ പരിചയമുണ്ടെന്ന്? എല്ലാം അയാളുടെ ആക്ടിങ് ആയിരിക്കും. ആണെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ അനിയത്തിയുടെ മുന്നിലെങ്കിലും നിന്നെ കാണുമ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊരു ചിന്ത ഏതൊരാൾക്കും ഉണ്ടാകില്ലേ? ശിവ ആണെന്ന് നിനക്ക് ഉറപ്പാണോ അന്ന് നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്?
എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഓർമ്മയില്ലെങ്കിലും അയാളെ ഞാൻ മറക്കില്ല അജു. നിന്നെ ഞാൻ വിഷമിക്കാൻ ചോദിച്ചല്ല, എനിക്കെന്തോ ഒരു സംശയം പോലെ. അന്ന് നിന്നെയും കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോകണമെന്നും നിന്നെ ഉപദ്രവിക്കുന്ന കട എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നും തോന്നിയത് കൊണ്ട് CCTV ഒന്നും ഞാൻ നോക്കിയില്ല. ഡു യു സേ ഐ ആം മിസ്റ്റേക്കൻ അബൌട്ട് ഹിം? അങ്ങനെയല്ലടാ, എനിക്കെന്തോ സംശയങ്ങളാണ്. അതാ നോക്കാം, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഇനി നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു അജുവും നച്ചു. ഇന്നെന്താ രണ്ടാളുടെയും പരിപാടി? ഇവിടെ തന്നെ ഇരിക്കാനാണോ? പപ്പ എവിടെ മമ്മ? മുത്തശ്ശന്റെ കൂടെ തിരുമേനിയുടെ മുറിയിലുണ്ട്. കഥ പറച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, വെറുതെ കളിയാക്കരുത് നച്ചു. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ? നിനക്ക് ഇന്നലെ അവരുടെ ലവ് സ്റ്റോറി കേട്ടിട്ട് ഒന്നും തോന്നിയില്ലേ നച്ചു? കുറച്ച് സിമ്പതിയൊക്കെ തോന്നി. ഒരുപാട് സ്നേഹിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്നത് നല്ല സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ? ആ പെണ്ണ് പ്രാർത്ഥിച്ചതുപോലെ നടക്കും. വാട്ട് മീൻ? അല്ല, പുനർജന്മമൊക്കെ ഉണ്ടാകുമോ എന്ന് നിനക്കിതിലൊക്കെ ഇപ്പൊ വിശ്വാസം വന്നു? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരുടെ കഥയൊക്കെ കേട്ടപ്പോൾ അവർ ഒന്നിക്കണമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഗുഡ്. ഇറ്റ് എ ബിലീവ് മേക്ക് us ഹാപ്പി. എന്താ പത്മനാഭ ചോദിക്കാനുള്ളത്? തിരുമേനി, ഇന്നലെ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ കുറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. വിളക്ക് വെക്കാത്തതിനുള്ള കാരണം മനസ്സിലായി, പക്ഷെ അതിനായി ആൾ വരുമെന്ന് പറഞ്ഞത്? ലക്ഷ്മിയുടെ അതേ നക്ഷത്രത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയും അനന്തനെ പോലെ ഒരു ആൺകുട്ടിയും ജനിക്കുമെന്നും എല്ലാവരുടെ ഇഷ്ടത്തോടെ അനുഗ്രഹത്തോടെ അവർ ഒന്നിച്ച് ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കുമെന്നും നാഗത്താന്മാർ അവരുടെ ഭക്തിയെ അനുഗ്രഹിച്ചതാണ്. ഇത്രയും നാൾ അവരുടെ കണ്ടുമുട്ടലിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. അതിനുശേഷമല്ലേ ഇവിടെ അപകടം ഉണ്ടായതും നിങ്ങൾ എന്നെ തേടി വന്നതും ഇതൊക്കെ അറിഞ്ഞതും? ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ തിരുമേനി ഉദ്ദേശിച്ചത്? ഇവിടെ ഇപ്പോ ആരൊക്കെയാ തമ്മിൽ വിവാഹം കഴിക്കാൻ സാധിക്കുന്നത്? പത്മനാഭന്റെ 2 കൊച്ചുമക്കളല്ലേ, നന്ദന്റെ മകളും നന്ദിനിയുടെ മകനും. അതൊന്നും ശരിയാകില്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമൊക്കെ ഇനിയും ഉണ്ടാകുമല്ലോ. പിന്നെ നച്ചുവിന്റെ നക്ഷത്രമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ നോക്കിയിട്ടില്ല. അതൊക്കെ നമുക്ക് നോക്കാലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല. എല്ലാം സംഭവിക്കണമെന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. ഇതിലൊക്കെ വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ് തിരുമേനി. തിരുമേനി പറയുന്നത് പോലെ ഒന്നുമല്ല. ഇവിടെ പൂജയ്ക്ക് വന്നതിന് ശേഷമാണ് എന്റെ മോൾ ശിവയെ ആദ്യമായി കാണുന്നത് പോലും. അവൾ ജനിച്ചിട്ട് ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ള ശിവയെ കാണുന്നത്? താൻ ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് ഞാൻ തെളിയിച്ച തനിക്ക് വിശ്വാസം വരുമോ? ഞാൻ സത്യമാണെന്ന് വിശ്വസിച്ചാണ് ഇതുവരെ എന്റെ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതുവരെ അതൊന്നും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മോനെ നന്ദ, തിരുമേനി പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. നമ്മളല്ലേ അദ്ദേഹത്തെ തേടി അങ്ങോട്ട് പോയത്. നമ്മളോട് കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്നും നേടാനില്ലല്ലോ. പക്ഷെ നച്ചു ശിവയെ കാണാൻ 1% പോലും ചാൻസ് ഇല്ല. ശിവ പഠിച്ചതൊക്കെ എവിടെയാ? എല്ലാം നാട്ടിൽ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ബാംഗ്ലൂരൊക്കെ പോകും. പക്ഷെ ഇന്ത്യയിലല്ലാതെ വേറെ രാജ്യത്തൊന്നും അവൻ പോയിട്ടില്ല. തിരുമേനി പറഞ്ഞതിന് തള്ളിക്കളയാനും പറ്റുന്നില്ല. പക്ഷെ നച്ചു എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാറുണ്ടല്ലോ. ശിവയെ ഇന്നലെ കണ്ടപ്പോഴെങ്കിലും പറയേണ്ടതല്ലേ? നന്ദേട്ട എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? നാൻസി, താൻ എപ്പോഴെങ്കിലും ശിവയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തേ? തിരുമേനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവളോട് വിശദമായി പറഞ്ഞു. മോൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണെങ്കിലോ? എങ്കിൽ ശിവയും മോളെ അറിയുമെന്ന് പറഞ്ഞില്ലല്ലോ. അവൾ അതിന് നമ്മളില്ലാതെ എവിടെയും പോവാറില്ലല്ലോ. ആകെ പോയത് ഇപ്പൊ ലാസ്റ്റ് ടൈം അജു അവളും ദുബായിൽ പോയതാണ്. അവിടെ വെച്ച് കാണാൻ ഒരു ചാൻസും ഇല്ല. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടല്ലോ നച്ചു. നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് വെച്ച ഇവിടെ പരിചയം ഇല്ലല്ലോ. അപ്പോ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൂട്ടാമായിരുന്നു. മോളെ, വന്ന് ഭക്ഷണം കഴിക്കേ. വാ അജു, പപ്പ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നച്ചു തിരിഞ്ഞത് ശിവയായിരുന്നു. നീ ഇതെന്താ നോക്കുന്നത്? അല്ല, അയാളെ കാണുന്നില്ലല്ലോ. നിനക്കിപ്പോ കണ്ടിട്ടെന്തിനാ? ഒന്നിനുമല്ല. ഭക്ഷണം കഴിച്ചിട്ട് മോളെ ഒന്ന് കാണുമെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പപ്പ? എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. അദ്ദേഹത്തിന് എന്തോ മോളോട് ചോദിക്കാനുണ്ടെന്ന്. എന്നോടെന്ത് ചോദിക്കാൻ? ഭക്ഷണം കഴിച്ച് അജുവും നച്ചുവും നന്ദനും കൂടി തിരുമേനിയുടെ മുറിയിലേക്ക് പോയി. ഇതാണ് എന്റെ മോൾ നക്ഷത്ര. മോളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി പറയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡി നച്ചു, നീ ഞാൻ അറിയാതെ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തു വെച്ചോ? പിന്നെ ഒന്ന് പോയ അജു, ഞാൻ എന്താ കുഞ്ഞുകുട്ടിയാണോ? നീ അതിനേക്കാൾ കഷ്ടാണ്. അതാ എനിക്കൊരു സംശയം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എന്താ ചോദിക്കാനുള്ളത് എന്നോട്? മോൾ ഇതിനു മുമ്പ് ശിവദേവനെ കണ്ടിട്ടുണ്ടോ? മോൾ ഇന്ത്യയിലേക്ക് ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നതെന്നാണ് നന്ദൻ പറയുന്നത്. അത് സത്യമാണോ? പെട്ടെന്ന് തിരുമേനി ചോദിച്ചത് കേട്ട് നച്ചു നന്നായി ഞെട്ടി. ടെൻഷൻ കാരണം മുഖം അമർത്തി തുടയ്ക്കുന്നത് കണ്ട അജു അവളുടെ കയ്യിൽ കൈകോർത്തും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാതെ പറഞ്ഞു. ചെറുപ്പം മുതൽ എന്ത് കുരുത്തക്കേട് നച്ചു കാട്ടിയാലും അജു അതിൽ നിന്ന് അവളെ രക്ഷിക്കും. മറ്റുള്ളവർ അവളെ ഒന്നും പറയാൻ സമ്മതിക്കില്ലായിരുന്നു. അജുവിന് അറിയാമായിരുന്നു നച്ചു സത്യം പറഞ്ഞ പപ്പ ഉറപ്പായി ബാക്കി എല്ലാ കാര്യങ്ങളും അറിയും. നച്ചുവിനോട് ശിവ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞ പപ്പ ഒരിക്കലും ശിവയെ വെറുതെ വിടില്ല.
സ്നേഹത്തോടെ ഇപ്പോൾ എല്ലാവരും പരസ്പരം വെറുക്കുന്ന അവസ്ഥ വരെ ചിലപ്പോൾ ഉണ്ടാകും. നച്ചുവിനേക്കാൾ വലുതല്ല തങ്ങൾക്കൊന്നും മറ്റാരും. നച്ചുവിന് തിരുമേനിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ഈ ചിന്തകളൊക്കെ ആവും. ഈ പ്രതിസന്ധിയിൽ നിന്ന് അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പൊ തനിക്ക് മാത്രമേ കഴിയൂ. തിരുമേനിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നാ പോരെ? എനിക്ക് അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായി സംസാരിക്കാനുണ്ട്. എങ്കിൽ നന്ദൻ മോളെയും കൂടി പോയിക്കോളും. പിന്നെ പപ്പ, നച്ചുവിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ട. ഞാൻ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് പപ്പയ്ക്ക് അറിയാലോ. എന്നെ വിശ്വാസം ഇല്ലേ? എനിക്ക് എന്റെ മോളുടെ കാര്യത്തിൽ വേറെ ആരെക്കാളും വിശ്വാസം നിന്നെയാണ് അജു. അവൾക്ക് ദോഷം വരുന്ന ഒന്നും നീ ചെയ്യില്ലെന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കുമെന്നും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എങ്കിൽ പപ്പ അവളെയും കൂടി പൊയ്ക്കോ. റൂമിലാക്കിയേക്ക് കുറച്ചു നേരം കിടന്നാൽ ഓക്കെയാവും. നന്ദൻ ചേർത്ത് പിടിച്ച് കുഞ്ഞിനെ പോലെ തന്റെ മോളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തിരുമേനിയെ അജു ചെറു ചിരിയോടെ നോക്കി. തിരുമേനി, നച്ചു ശിവയെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പപ്പയ്ക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. ആരോടും പറയാൻ പറ്റിയ ഒരു കണ്ടുമുട്ടലല്ല അവരുടേത്. പിന്നീട് തങ്ങൾ നച്ചുവിന്റെ ആഗ്രഹപ്രകാരം നാട്ടിലേക്ക് വന്നതും ശിവ നച്ചുവിനോട് ചെയ്തതും എല്ലാം തിരുമേനിയോട് വിശദീകരിച്ചു പറഞ്ഞു. ഇപ്പൊ നച്ചു ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ശിവയാണ്. പക്ഷെ ശിവ ഇവിടെ അവളെ കണ്ടിട്ടും അങ്ങനെ ഒരു പരിചയമുള്ളത് പോലെ ഒന്നും. നച്ചു പറയുന്നത് ശിവയുടെ അഭിനയാണെന്നാണ്. അജുവിന് ശിവയുടെ പെരുമാറ്റം കണ്ടിട്ട് എന്തു തോന്നി? എനിക്കിപ്പോ ഏതാണ് ശരിക്കുള്ള ശിവ എന്നാണ് മനസ്സിലാകാത്തത്. നച്ചു പറഞ്ഞ പോലെ ഒരാളായിട്ട് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. എല്ലാ കാര്യങ്ങളും തിരുമേനിയോട് പറഞ്ഞ് നന്നായി. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ എന്നേക്കാൾ കൂടുതൽ എളുപ്പം അദ്ദേഹത്തിനായിരിക്കും. നച്ചുവിന്റെ ശിവയോടുള്ള വെറുപ്പ് മാറാൻ മാത്രമുള്ള കാരണം എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അവളോട് തൽക്കാലം ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് പറയുന്നതാകും നല്ലത്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നടന്ന അജു അപ്പോ ഓപ്പോസിറ്റിൽ നിന്നും ഫോണും നോക്കി വന്നത് കണ്ടില്ല. രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് കൂട്ടിയിടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് അപ്പുവിന്റെ നീളം കുറഞ്ഞത് കൊണ്ടാണോ അജുവിന്റെ നീളം കൂടിയത് കൊണ്ടാണോ എന്തോ അപ്പു ചെന്ന് കയറിക്കൊടുത്തത് അജുവിന്റെ നെഞ്ചിലോട്ടാണ്. അപ്പുവിന്റെ മുഖം തലയും നല്ല ശക്തിയും നെഞ്ചിലിടിച്ച് അജുവിന് നല്ല രീതിയിൽ വേദന എടുത്തു. ഡോ, തനിക്ക് കണ്ണൊന്നും കാണുന്നില്ലേ? എവിടെ നോക്കിയാ നടക്കുന്നത്? വേദന കാരണം നെഞ്ച് തടവുന്നതിനിടയിലാണ് അപ്പുവിന്റെ ഈ വർത്തമാനം. നിനക്കും ഈ പറഞ്ഞ കണ്ണ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇങ്ങോട്ട് വന്ന് ഇടിച്ച് നെഞ്ചും കളിക്കുന്നതും പോലെ എന്നെ കുറ്റം പറയുന്നു. മോൾ ഇടയ്ക്കൊക്കെ ആ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് നോക്ക്. ശോ, ഇയാളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ഞാൻ പേടിക്കുന്ന ലക്ഷണമാണല്ലോ കാണുന്നത്. വിട്ടുകൊടുത്ത പിന്നെ എന്റെ തലയിൽ കയറും. എന്തെങ്കിലും പറഞ്ഞൊന്ന് പിടിച്ചു നിന്നേ പറ്റൂ. താൻ ഇത് പറഞ്ഞ് എങ്ങോട്ട് കയറി പോണ്? ഞാൻ ഫോണിൽ നോക്കി വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പൊ താൻ എന്നെ കണ്ടിട്ട് എന്തുകൊണ്ട് മാറിയുന്നില്ല? തന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലായി. എന്തസുഖം? ഞാനേ ദിവസവും ഇതുപോലെയുള്ള കുറെ ഞരമ്പന്മാരെ ബസ്സിലൊക്കെ കണ്ടിട്ട് തന്നെയാ കോളേജിലൊക്കെ പോകുന്നത്. എന്നാലും ഫ്ലൈറ്റ് പിടിച്ച് വന്ന ഒന്നിനെ ആദ്യമായിട്ടാ കാണുന്നത്. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പുറത്തൊക്കെ വളർന്നതാണെങ്കിലും നീ എന്നെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അയ്യേ, കണ്ടാലും മതി. കൂട്ടിയിടിക്കാൻ പറ്റിയ ഒരു മുതൽ. നീ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? അവിടെ നിന്നെക്കാളും സുന്ദരിയായ പെൺകുട്ടികളെ നല്ല മോഡേൺ ലുക്കിൽ കണ്ടിട്ട് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെയാണ് ഈ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന പട്ടിക്കാട്. അവനോട് വാശി ജയിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞെങ്കിലും അവൻ തന്നെ കളിയാക്കിയപ്പോൾ അപ്പുന് പെട്ടെന്ന് വിഷമം വന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൻ കാണാതിരിക്കാനായി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. പോവാണോ? ഇനിയൊന്നും പറയായില്ലേ? ഇവൾക്കിത് എന്തു പറ്റി? ഇത്രയും നേരം നല്ല നാവുണ്ടായിരുന്നല്ലോ. എന്തേലും ആവട്ടെ, എന്നെ പറഞ്ഞു, ഞാൻ തിരിച്ചും പറഞ്ഞു, അത്രേ ഉള്ളൂ. അജു മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്നത് നച്ചു ഉറങ്ങുന്നതാണ്. പാവം, ശരിക്കും ടെൻഷനായി. എല്ലാവരും അറിയുന്നതിനേക്കാൾ അവൾക്ക് പപ്പ അറിഞ്ഞ വിഷമാവും എന്നുള്ളതാണ് ടെൻഷൻ. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നച്ചുവും ശിവയും കണ്ടിട്ടുണ്ടെന്ന് തിരുമേനി എങ്ങനെ അറിഞ്ഞത്? ഞങ്ങൾ ഇന്ത്യ വന്നതുപോലും ആരും അറിഞ്ഞില്ലല്ലോ. ശിവയോട് ചോദിക്കാതെ കാര്യങ്ങൾ എങ്ങനെ അറിയാം എന്നുള്ള ആലോചനയിലായിരുന്നു തിരുമേനി. പത്മനാഭനോട് ചോദിച്ച് ശിവയുടെ കൂടെയുള്ള ഏതെങ്കിലും ഫ്രണ്ടിനെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. എന്താ തിരുമേനി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ശിവയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അവന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു കൂട്ടുകാരൻ എന്തായാലും ഉണ്ടാകുമല്ലോ. അതിപ്പോ അജുവിനോട് ചോദിച്ചാൽ? ഏത്? ആ നന്ദന്റെ മോളുടെ കൂടെ വന്ന കുട്ടിയോ? ആ കുട്ടിക്ക് എങ്ങനെ ശിവയെ പറ്റി അറിയാൻ പറ്റും? അയ്യോ, ആ കുട്ടിയല്ലേ തിരുമേനി, ഇത് അജയൻ. ശിവയുടെ കൂടെ കുറെ നാളായിട്ടുള്ള കൂട്ടാണ്. ഇവര് കുറെ പേര് ഒന്നിച്ച് പഠിച്ചതാണ്. എല്ലാം കൂടി ഇടയ്ക്ക് എവിടെയൊക്കെയോ കറങ്ങാനൊക്കെ പോകും. ഇടയ്ക്ക് അവരെന്തോ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേര് ഇവിടെ ശിവയും അച്ഛനും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പോ ബാംഗ്ലൂർ പോയി വന്നത് പിന്നെ അവന്മാരുമായി തെറ്റിയതിനു ശേഷമാണ് അച്ഛനും മോനും വീണ്ടും ഒന്നിച്ചത്. എങ്കിൽ അജയനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. പത്മനാഭൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശിവയുടെ കൂട്ടുകാർ അത്ര നല്ലവരൊന്നുമല്ല. അപ്പോൾ നക്ഷത്രയുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും ശിവമായി തെറ്റാൻ കാരണം. എല്ലാം പൂർണ്ണമായി അറിയണം, എങ്കിലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ.